Hi children, I hope all of you are fine. Today we shall continue our social science class. Then water is precious. Then do you remember where do we stop in the last class? Yes, the water cycle. Water cycle. What is meant by water cycle? The water in the oceans, seas, rivers and lakes gets heated up by the sun and reaches the atmosphere as water vapor by the process of evaporation. This water vapor condenses and falls back on the earth as rain. This water that falls as rain is carried to the lakes, rivers, seas and oceans. The cyclic movement of water from Earth's surface into atmosphere and then back again is called water cycle. What do you get understand this paragraph? വാട്ടർ സൈക്കിൾ ചില ചക്രാണല്ലേ, വെള്ളം എങ്ങനെ ഉണ്ടാകുന്നു, ഒരു സൈക്ലിക് ലെവലാണ് അതിൻ്റെ പ്രവർത്തനം. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദിസ് ഇസ് ദി പിക്ചർ ഓഫ് വാട്ടർ സൈക്കിൾ. വാട്ട് ഈസ് ഇറ്റ്? Yes, in water cycle. Then collection. Is it? Collection. ശേഖരണം. ഇവിടെയാണ് സർഫേസ് വാട്ടർ. ഉപരിതലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന വെള്ളം ഇവിടെ സ്വരൂപിക്കുന്നു. Then what happened? The sun is very hot. The sun is very hot. That time water of the surface water is evaporate. അല്ലേ? ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളം സൂര്യൻ്റെ ചൂടേറ്റ്, ജലാശയങ്ങളുടെ വെള്ളം സൂര്യൻ്റെ ചൂടേറ്റ് എവാപ്പറേഷൻ എന്നാൽ ബാഷ്പീകരിച്ച് പോകുന്നു, ബാഷ്പീകരിച്ച് നീരാവിയായിട്ട് പോകുന്നു. ദെൻ കളക്ഷൻ, ദെൻ എവാപ്പറേഷൻ. നീരാവിയായിട്ട് സൂര്യൻ്റെ ചൂടേറ്റ് ഈ ജലാശയങ്ങളിലെ വെള്ളം നീരാവിയായിട്ട് മേലോട്ട് പോകുന്നു. ദെൻ ക്ലൗഡ്സിലെത്തുന്നു അല്ലേ, വായുവിലെത്തുന്നു. ദെൻ ക്ലൗഡ്സിലെത്തുന്നു. ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കണ്ടൻസേഷൻ എന്ന ഒരു പ്രവർത്തനം നടക്കണം. കണ്ടൻസേഷൻ എന്ന് ഘനീഭവിക്കൽ, സാന്ദ്രീകരിക്കൽ. എന്താണ്? വെള്ളം അവിടെ ഘനരൂപത്തിലായി മാറുകയാണ്, ഖരരൂപത്തിലുമായി മാറുകയാണ്, സാന്ദ്രീകരിക്കുകയാണ്, കട്ടിയാവുകയാണ് അല്ലേ. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? അത് ഭൂമിയിലേക്ക് പെയ്യുന്നു. മഞ്ഞുതുള്ളിയായിട്ടൊക്കെ അല്ലേ, മഞ്ഞായിട്ട് മഞ്ഞുതുള്ളികളായിട്ടൊക്കെ പെയ്യുന്നു. അതാണ് എന്ത്? കണ്ടൻസേഷൻ. അവിടെ സാന്ദ്രീകരണം നടക്കുന്നു. ഇവാപ്പറേഷനിലൂടെ ബാഷ്പീകരണം മൂലം നീരാവിയായിട്ട് പോയിട്ട് തണുത്ത് കട്ടിയാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ദെൻ പിന്നെ മേഘങ്ങൾ തണുത്ത ഒരു കാറ്റ് വീശുമ്പോൾ, ശക്തമായ കാറ്റൊക്കെ വീശുമ്പോൾ ട്രീസൊക്കെ നിൽക്കുന്നു, ശക്തമായ കാറ്റൊക്കെ വീശി മേഘങ്ങൾ തണുത്തിട്ടത് എന്ത് ചെയ്യുന്നു? മഴയായി ഭൂമിയിലേക്ക് വീണ്ടും പതിക്കുന്നു. ഇങ്ങനെ പോകുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ, ഭൂമിയിലേക്ക് പതിക്കുന്നു. അതാണ് എന്ത്? പ്രസിപ്പിറ്റേഷൻ. ഇവിടെ എന്താണ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് അത്? മഞ്ഞ് കണികകളായിട്ട് അല്ലെ, മൂടൽ മഞ്ഞായിട്ടൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് എന്ത്? കണ്ടൻസേഷൻ. ദെൻ പിന്നെ അത് പ്രസിപ്പിറ്റേഷനാണെന്ന് പറഞ്ഞാൽ മഞ്ഞ് കട്ടകളായിട്ടും മഴയായിട്ടും അല്ലേ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞു വീഴ്ച, ആലിപ്പഴം വീഴ്ച. അതാണ് അതിൻ്റെ ഫ്രോസൺ പിന്നെ ഷേപ്പാണ് വെള്ളത്തിൻ്റെ അല്ലേ. ആലിപ്പഴം, മഞ്ഞ് കട്ടകളായിട്ട് പെയ്യുന്നു, ആലിപ്പഴമായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ പിന്നെ റെയിനായിട്ടും ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അതിനെയാണെന്ന് പറയുക പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും റൊട്ടേറ്റ് പോവുകയാണ്. അതിപ്പോൾ ഇവിടെ വീണ്ടും കളക്ഷൻ ആവുന്നുകൊണ്ട് വെള്ളം ശേഖരിക്കുന്നു. സൂര്യൻ്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെ വെള്ളം ഇവാപ്പറേഷനായിട്ട് പിന്നെ ബാഷ്പീകരണം മൂലം ഇതൊക്കെ പോകുന്നു. അതിവിടെ മേഘങ്ങളിലൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാട്ടർ പേപ്പർ ജലകളികൾ അവിടെ കണ്ടൻസേഷൻ ആവുന്നു, ഘനീഭവിക്കുന്നു. വീണ്ടും തണുത്ത കാറ്റൊക്കെ വീശുമ്പോൾ എന്തായിരുന്നു? അത് മഴയായിട്ടും വീണ്ടും പെയ്യുന്നു. മഴയായിട്ടും മഞ്ഞ് കഷ്ണങ്ങളായിട്ടും എല്ലാം ഭൂമിയിലേക്ക് വീണ്ടും പതിക്കുന്നു. വീണ്ടും അതെന്താണ്? മലയിലും കുന്നിലും അതുപോലെ ചെറിയ അരുവികളിലൂടെ ഒഴുകി വന്ന് വീണ്ടും കുന്നിൻ്റെ മീതല്ലേ, മൗണ്ടൻ ഏരിയയിലൊക്കെ പെയ്യുന്ന റെയിൻ അതുകൊണ്ട് ഒഴുകി വന്ന് ചെറിയ ചെറിയ അരുവികളും തോടുകളും ഒക്കെയായി വീണ്ടും പുഴയായി അങ്ങനെ ഒരുപാട് റിവേഴ്സൊക്കെ ചേർന്ന് വീണ്ടും അതെന്ത് ചെയ്യുന്നു? സീയിലേക്ക് തന്നെ എത്തുന്നു അല്ലേ. സീയിൽ അതുപോലെ ലേക്കിലൊക്കെ എത്തുന്നു വെള്ളം. അത് വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും എവാപ്പറേഷൻ. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് നടക്കുകയാണ്.
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ ചക്രം, ഒരു ജലചക്രമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ എന്താണ് പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഈ പ്രവർത്തനം ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കങ്ങനെ പലതരത്തിൽ വെള്ളം കിട്ടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇനി ആ വെള്ളത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ആ വെള്ളം അങ്ങനെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ അതിനാണ് നമുക്ക് നെക്സ്റ്റ് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ശുദ്ധീകരണം. The water we get from different sources of water contains many impurities. So it is important to purify the water we drink and use for other purposes. The water that is safe for drinking is called potable water. The potable water is clean, pure and free of germs and harmful chemicals. The processes taken to make sure that drinking water is potable are called water treatment or purification of water. The water in wells, lakes and rivers contain many impurities and disease-causing germs. Soluble impurities are those that dissolve in water and cannot be seen. They include chemicals, salts and germs. Insoluble impurities are those that do not dissolve in water and can be seen. They include sand, soil, other solid substances, oil, etc. The soluble impurities in water can be removed by sedimentation, decantation and filtration. Can you understand? എന്താണ്, അപ്പോൾ നമുക്ക് വാട്ടർ, നമുക്ക് പല സോഴ്സസ് ഉണ്ടല്ലേ, വാട്ടറിൻ്റെ സോഴ്സ് ലേക്ക് ഉണ്ട്, റിവേഴ്സ്, ദെൻ സീസ്, ദെൻ വെൽസ് എക്സെട്ര. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് കുടിവെള്ളം വേറെയാണല്ലോ. നമ്മളിപ്പോൾ റിവറിലെ വെള്ളം നമ്മൾ നേരിട്ട് കുടിക്കാൻ എടുക്കാറില്ല, പക്ഷെ എന്നാൽ ലേക്കിലെയും റിവറിലൊക്കെ വെള്ളം നമുക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശുദ്ധീകരിച്ചിട്ട് വേണം നമ്മൾ ആ വെള്ളം നമ്മുടെ പിന്നെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വെള്ളം നമുക്ക് ശുദ്ധീകരിക്കുന്നതിനാണ് അതിനകത്തുള്ള ജെയിംസ്, അണുക്കളൊക്കെ അണുവിമുക്തമാക്കണം. അണുക്കൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടറൊക്കെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ കുടിക്കാനുള്ള വെള്ളമാക്കിയിട്ട് ആ വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. നമ്മൾ കുടിക്കാൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് കോൾഡ് പോർട്ടബിൾ വാട്ടർ, കുടിവെള്ളം. പോർട്ടബിൾ വാട്ടർ മീൻസ് കുടിവെള്ളം. അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്ക് കിട്ടുന്ന വെള്ളം, ഇപ്പോൾ ലേക്കിലെ വെള്ളം ആയിക്കോട്ടെ, റിവേഴ്സിലെ വെള്ളം ആയിക്കോട്ടെ, ഏതായാലും അതെന്താണ്, അതിനകത്ത് സൊല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും, ഇൻസൊല്യൂബിൾ ഇമ്പ്യൂരിറ്റീസും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ലയിക്കുന്ന മാലിന്യങ്ങളും ഉണ്ടാകും, ലയിക്കാത്ത മാലിന്യങ്ങളും ഉണ്ടാകും. ലയിക്കാത്ത മാലിന്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ലയിച്ച മാലിന്യങ്ങളാണല്ലോ നമ്മൾ അറിയില്ല. അത് നമ്മൾ അതുപോലെ അങ്ങോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് സോ മെനി ഡിസീസസ്, അല്ലേ? ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ശുദ്ധീകരിച്ച് വേണം നമ്മൾ കുടിക്കാൻ, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഇതൊക്കെ: സെഡിമെൻറ്റേഷൻ, ഡിക്കാൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന മാലിന്യങ്ങളുണ്ട്, ലയിക്കാത്ത മാലിന്യങ്ങളും ഉണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ മാലിന്യങ്ങളെല്ലാം എന്താണ്, ദീസ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഡിസീസ് കോസിങ് ജേംസ്, അസുഖത്തിന് കാരണമാകുന്ന അണുക്കൾ ഉണ്ടാവുക വെള്ളത്തിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം പ്യൂരിഫൈ വാട്ടറാണ് നമ്മൾ കുടിക്കാനായിട്ട് പാടുള്ളൂ, അല്ലേ? അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കാം, മണലുണ്ടായിരിക്കാം, മണ്ണുണ്ടായിരിക്കാം, അല്ലേ? മറ്റ് എണ്ണകളുണ്ടാവും, അല്ലേ? ഇപ്പം ഈ എന്താ പറയുക, കൃഷിസ്ഥലത്ത് നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണെങ്കിൽ കൃഷിസ്ഥലത്ത് ഒരു തരം കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? വളമൊക്കെ ഇട്ടിട്ടില്ലല്ലേ, വളം, പിന്നെ കീടനാശിനികൾ ഓരോന്നൊക്കെ തളിച്ചിട്ടുണ്ടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ എന്താ, അത് മലിനജലമാണ്, അല്ലേ? അപ്പോൾ അത് നേരിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതൊക്കെ എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ വാട്ടർ പ്യൂരിഫിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ് ഏതൊക്കെ? സെഡിമെൻറ്റേഷൻ, ഡിക്കാൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ സെഡിമെൻറ്റേഷൻ? The process by which heavy insoluble impurities are separated from water is called sedimentation. In this method, water is left undisturbed in a container for some time. The heavy impurities will settle down at the bottom of the container and the upper portion has clean water. Water ശുദ്ധീകരിക്കുന്ന വിധമാണ് എന്ത്? സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, അടിയിക്കൽ അല്ലെങ്കിൽ ഊറിക്കൽ നടത്തും. അവശിഷ്ടങ്ങളൊക്കെ ഊറി നിൽക്കും അതിനടിയിൽ. അങ്ങനെ ചെയ്യുക.
വെള്ളം എടുത്തിട്ട് എന്താണ് നമുക്ക് കിട്ടുന്ന വെള്ളം അല്ലേ, വെള്ളത്തിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ലയിക്കുന്നതും ലയിക്കാത്തൊക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിനകത്തുള്ള മാലിന്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അടിയിക്കലെ മാലിന്യങ്ങളെ അടിയിച്ചിട്ട് അത് ഊറിയിട്ട് അതിൻ്റെ നല്ല ക്ലീൻ വാട്ടർ നമ്മൾ ഉപയോഗിക്കുക. അതാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന വെള്ളം എടുക്കുക, ലേക്കുന്നാണെങ്കിൽ റിവറിൽ നിന്നാണെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക, പിന്നെ ഊറാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്തുള്ള മാലിന്യങ്ങൾ അടിയിൽ ഊറി വരുന്നതായിട്ട് കാണാം. നമ്മുടെ വീട്ടിലൊക്കെ വെള്ളുന്നാണ് കിണറിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിലും വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ കിണറിൻ്റെ അടിഭാഗമായിരിക്കും അല്ലേ. അപ്പോൾ ആ വെള്ളം നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇനി വേനൽക്കാലം ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കുടിവെള്ളത്തിൽ ഇപ്പോൾ കിണറിലെ വെള്ളമാണെങ്കിലും അടിയിലായിരിക്കും കേട്ടോ വെള്ളം നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോരിയെടുക്കുമ്പോഴും എന്താണ് അതിൽ ഊറി വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ഊറി നിൽക്കുന്നത് കാണാം. അപ്പോൾ അതാണ് അതിലത്തെ എന്താണ് മാലിന്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം ഊറിയിട്ട് അടിയിക്കാനായിട്ട് മാലിന്യങ്ങളെ അടിയിച്ചിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് വെള്ളം നമ്മൾ എടുക്കുക, മേലത്തെ വെള്ളം മാറ്റിയെടുക്കുക. അപ്പോൾ അടിയിലത്തെ ആ മാലിന്യങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് കളയാം. അങ്ങനെ ചെയ്തതിന് എന്ത് പറയുക, സെഡിമെൻറ്റേഷൻ. അവശിഷ്ടങ്ങളൊക്കെ ഊറിച്ചെടുക്കുക അല്ലെങ്കിൽ അടിയിക്കൽ നടത്തുക, സെഡിമെൻറ്റേഷൻ. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് സെഡിമെൻറ്റേഷൻ. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇറ്റ്? ഇതെന്താണ്? പ്യൂരിഫിക്കേഷൻ ചെയ്യാത്ത വാട്ടറാണ് അല്ലേ. ഇതിനകത്ത് എന്തൊക്കെയാണ്, കുറേ മാലിന്യങ്ങളുണ്ട് ഈ വെള്ളത്തിന്. ചെളിവെള്ളമാണ്, അഴുക്ക് വെള്ളമാണ് അല്ലേ. ഈ വെള്ളം എന്ത് ചെയ്യുന്നു, ഈ വെള്ളം അങ്ങനെ ഊറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, സെഡിമെൻറ്റേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇതിലാണെങ്കിൽ നിറയെ എന്താണ് ജെയിംസും ഇതൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലേ, മലിനജലമാണത്. എന്നിട്ട് അത് ഊറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇതിനേക്കാൾ കുറച്ചുകൂടി ഊറി വരുന്നുണ്ടല്ലേ അതിൻ്റെ അവശിഷ്ടങ്ങൾ. ഇതങ്ങനെ അടിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ദെൻ അങ്ങനെ കുറേ നേരം ആ വെള്ളം വെച്ചപ്പോഴെന്താണ് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഇതാ ഊറിയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതാ അടിയിൽ വന്ന് അടിഞ്ഞു അല്ലേ. ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടിയിക്കൽ അല്ലെങ്കിൽ ഊറിക്കൽ നടത്തും. ഇത് മലിനജലമാണ്, ജലം ശരിക്കും എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അതിൽ കുറേ അഴുക്കുകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഊറാനായിട്ട് വെക്കുകയാണ്. ഞങ്ങൾ അത് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതേ ഊറിക്കൊണ്ടിരിക്കുന്നു അല്ലേ, ഊറിക്കൊണ്ടിരിക്കുന്നു. ഇതാകുമ്പോഴത്തേന് എന്താണ് അവിടെ ശരിക്കും അതിന് അടിയിൽ വന്ന് ചേർന്നു അല്ലേ, അടിയിൽ വന്നിട്ട് ഇതാ അടിഞ്ഞിരിക്കുന്നു അല്ലേ. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും ക്ലീൻ വാട്ടറായി, കണ്ടില്ലേ, നല്ല വെള്ളമായിരുന്നു, ക്ലീൻ വാട്ടറായി. ഇങ്ങനെ വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്ത് പറയുക, സെഡിമെൻറ്റേഷൻ എന്ന് പറയും. ദി പ്രോസസ് ബൈ വിച്ച് ഹെവി ഇൻസൊല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് ആർ സെപ്പറേറ്റഡ് ഫ്രം വാട്ടർ ഈസ് കാൾഡ് സെഡിമെൻറ്റേഷൻ. കണ്ട അങ്ങനെ ഒരു ബോട്ടിൽ അല്ലേ. അപ്പോൾ ഇതിലാണെങ്കിൽ ഫുള്ളായിട്ടും ഇമ്പ്യൂരിറ്റീസ് നടക്കുന്നു, മാലിന്യങ്ങൾ നടക്കുന്നു. പിന്നീട് കുറേശ്ശെ അത് അടിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതിൽ ഫുള്ള് ആ മാലിന്യം ഇവിടെ മാലിന്യങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടി നല്ല പ്യുവർ വാട്ടറായിട്ട് നല്ല ക്ലീൻ വാട്ടറായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഈ തിയറിയാണ് എന്ത് പറയുക, സെഡിമെൻറ്റേഷൻ. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഓക്കെ. ദി നെക്സ്റ്റ് ഈസ് ഡീക്കാൻറ്റേഷൻ. അത് ഊറിയ വെള്ളം നമ്മൾ പകർന്നെടുക്കുകയാണ്, നല്ല വെള്ളം സ്വരൂപിക്കുകയാണ്. ഓക്കെ. ദി പ്രോസസ് ബൈ വിച്ച് ദി clear water obtained by sedimentation is separated out is called decantation. Here, the upper portion of clear water is poured into another container without disturbing the sediment. What is meant by decantation? The process by which the clear water obtained by sedimentation is separated out is called decantation. ഇവിടെ നോക്കുക, നമ്മളിങ്ങനെ സെഡിമെൻറ്റേഷൻ വെച്ചു അല്ലേ, സെഡിമെൻറ്റേഷനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ശരിക്കും അതിൻ്റെ പിന്നെ ആ മാലിന്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് ക്ലിയർ വാട്ടറായി അല്ലേ, ക്ലീൻ വാട്ടറായി അല്ലേ. ഈ ക്ലീൻ വാട്ടർ മറ്റൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ പകർത്തുകയാണ്. ദിസ് ലൈക്ക്. ഓക്കെ, ദിസ് ലൈക്ക്. കണ്ടോ, മാലിന്യങ്ങൾ അടിഞ്ഞു അല്ലേ. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാലിന്യങ്ങൾ. ഇമ്പ്യൂരിറ്റീസ് മീൻസ് മാലിന്യങ്ങൾ അടിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അടിഞ്ഞപ്പോൾ കണ്ടോ ക്ലീൻ വാട്ടർ കണ്ടില്ലേ, ക്ലിയർ വാട്ടർ, നല്ല വെള്ളം. ആ വെള്ളം നമ്മൾ മറ്റൊരു കണ്ടെയ്നറിലേക്ക് പകർത്തുകയാണ്. ഇങ്ങനെ ആ ശുദ്ധീകരിച്ച വെള്ളം അല്ലേ, ഇങ്ങനെ അവശിഷ്ടങ്ങൾ ഇല്ലാത്ത വെള്ളം, ഊറിയ വെള്ളം നമ്മൾ മറ്റൊരു കണ്ടെയ്നറിലേക്ക് പകരുന്ന ആ ശുദ്ധീകരണ രീതിയാണ് വിളിക്കുന്നതാണ് ഡീക്കാൻറ്റേഷൻ. മനസ്സിലായോ? ദെൻ ഡീക്കാൻറ്റേഷൻ. ഇതിനകത്ത് നിന്ന് നമുക്ക് സെഡിമെൻറ്റേഷൻ വഴി കിട്ടുന്ന
വാട്ടർ നമ്മൾ മറ്റൊരു കണ്ടെയ്നറിലേക്ക് പകരുന്നു. അതിനെയാണ് ഡീകാൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഓക്കെ. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കൽ അല്ലേ. ദി പ്രോസസ് ബൈ വിച്ച് ഫൈൻ ഇൻസോലബിൾ ഇമ്പ്യൂരിറ്റീസ് present in water are separated out is called filtration. We use filter paper, clean cloth or a strainer into which the water is poured. Only clear water passes through the minute pores of the filter and impurities are removed. The water obtained by the above process may still contain many impurities. Soluble impurities can be removed using the following methods. അപ്പോൾ നമുക്ക് എന്താണ് ഫിൽട്രേഷൻ മെത്തേഡ് നോക്കാം. ദെൻ ഫിൽട്രേഷൻ മെത്തേഡ്. ഫിൽട്രേഷൻ കണ്ടില്ലേ? അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഫണൽ കണ്ടോ, ഒരു പാത്രം എടുത്തിരിക്കുന്നു. അപ്പോൾ നേരത്തെ മലിനജലം കണ്ടില്ലേ, ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള വാട്ടർ എടുക്കുന്നു. ആ വാട്ടർ ടണൽ കണ്ടോ, ടണൽ. ഈ ടണലിൽ നമുക്ക് എന്തുണ്ട്, ഫിൽറ്റർ പേപ്പറിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ പേപ്പറും വെക്കും. ഫിൽറ്റർ പേപ്പർ ഉണ്ട്, അത് ക്ലീൻ ക്ലോത്ത് ആവാം, വേറെ എന്തെങ്കിലുമൊക്കെ ആവാം കേട്ടോ. വെള്ളം ഒഴിക്കാനുള്ള പോകണം, വാട്ടർ പോകണം, മാത്രം ഒഴിക്കുന്നത്, വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ടണലിൽ ഇവിടെ ഫിൽട്രേഷൻ പേപ്പർ ഉണ്ട്. ഫിൽട്രേഷൻ പേപ്പർ കണ്ടില്ലേ, ഇത് ഇമ്പ്യൂരിറ്റീസ് ആണ്, കാരണം മാലിന്യങ്ങളാണ്. പിന്നെ ഇത് ഫിൽറ്റർ ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന മാലിന്യങ്ങളാണിത് കണ്ടോ, മാലിന്യങ്ങളാണിത്. ഇവിടെ ഇതാണ് അതിൻ്റെ ടണലേ, എന്താണ് പിന്നെ ഫിൽറ്റർ ടണലാണിത്. അതിനുള്ളിൽ എന്താണ് ഒരു ഫിൽറ്റർ പേപ്പർ ഉണ്ട് കേട്ടോ. നമുക്ക് ഫിൽറ്ററിൻ്റെ പേപ്പർ ഇതിനുള്ളിൽ വെക്കുന്നുണ്ട്. ആ ഫിൽറ്റർ പേപ്പർ വെക്കുന്ന ടണലുണ്ട്, അതിനകത്ത് എന്താണ് ഫണലിൻ്റെ ഫണലിനുള്ളിൽ എന്താണ് ഫിൽറ്റർ പേപ്പർ ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഇമ്പ്യൂരിറ്റീസായി വാട്ടർ ഒഴിക്കുന്നത് കണ്ടോ. പവേർഡ് ദി ഇമ്പ്യൂരിറ്റീസ് വാട്ടർ ഒഴിച്ചു. അപ്പോൾ ഈ ഫണലിലൂടെ വെള്ളം ഇങ്ങോട്ട് ശുദ്ധീകരിച്ചിട്ട് ഇതാ ചാടുന്നത് എന്താണ്, ക്ലീൻ വാട്ടറാണ്. നല്ല വെള്ളമല്ലേ ഇതല്ലേ. ഇവിടെ ആണെങ്കിൽ എന്താ മലിനജലമാണ്, ഇവിടെ ക്ലീൻ വാട്ടറാണ്. നല്ല ശുദ്ധമായ വെള്ളമായിട്ട് മാറുന്നു കണ്ടോ. ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കലാണ്. ഇവിടെ അരിച്ചെടുക്കാൻ ഞാനിവിടെ ഫിൽറ്റർ പേപ്പർ ഇതിനുള്ളിലുണ്ട് കേട്ടോ. അതിനുള്ളിൽ ഫിൽറ്റർ പേപ്പറിലേക്കാണ് ഈ ഇമ്പ്യൂരിറ്റീസ് വാട്ടർ നമ്മൾ ഒഴിക്കുന്നത്, മലിനജലം ഒഴിക്കുന്നത്. അപ്പോൾ അത് ശുദ്ധീകരിച്ചിട്ട് നല്ല വെള്ളമായിട്ട് ഈ പാത്രത്തിലേക്ക് വീഴുന്നു. ഈ മെത്തേഡിന് എന്ത് പറയുക, ഫിൽട്രേഷൻ, അരിച്ചെടുക്കൽ. അറിയോ, അരിച്ചെടുക്കൽ. അതിങ്ങനെ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വെള്ളം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കണം. എന്ത് വേണം, ബോയിലിംഗ് ചെയ്യണം, എന്നാൽ തിളപ്പിക്കണം. ബോയിലിംഗ് ഈസ് ദി സേഫസ്റ്റ് മെത്തേഡ് ടു കിൽ ദി ജേംസ് ഇൻ വാട്ടർ. തിളപ്പിച്ച വെള്ളത്തിൽ എന്താണ്, അണുക്കളൊക്കെ ചത്തുപോകും അല്ലേ. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അത് അണുക്കളൊക്കെ നശിക്കുന്നു. എന്നിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ബോയിലിംഗ് വാട്ടറാണ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യാം, വാട്ടർ ഫിൽറ്റേഴ്സ് ഉണ്ട്. വാട്ടർ ഫിൽറ്റേഴ്സ് ആർ സ്യൂട്ടബിൾ ടു റിമൂവ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ വാട്ടർ. ഫിൽറ്ററിന് ശരിക്കൊരു വാങ്ങാൻ കിട്ടില്ലേ, വാട്ടർ ഫിൽറ്റേഴ്സ് വാങ്ങാൻ കിട്ടില്ല നമുക്ക്. അത് ഉപയോഗിക്കാം. വരുമ്പോൾ നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ അത് ശുദ്ധീകരിക്കുന്നതാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൽ നിന്നാണ് വാട്ടർ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. അതില്ലെങ്കിലോ, ദ നെക്സ്റ്റ് ഈസ് ക്ലോറിനേഷൻ. ഈസ് ദി പ്രോസസ് ഓഫ് ആഡിങ് ക്ലോറിൻ ടു വാട്ടർ ടു കിൽ ജേംസ്. ക്ലോറിൻ അല്ലേ, ക്ലോറിൻ ചേർത്ത വെള്ളം. അപ്പോൾ അതാണ് ടൗൺ ഏരിയയിലൊക്കെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ചുവ തോന്നും അല്ലേ, ബ്ലീച്ചിങ് പൗഡറാണ് അല്ലെങ്കിൽ ക്ലോറിനാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ക്ലോറിനേഷൻ ചെയ്ത വെള്ളം യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കുടിക്കാനായിട്ട്. ഇതൊക്കെയാണ് ബോയിലിംഗ് വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച വാട്ടർ, അല്ലെങ്കിൽ ക്ലോറിനേഷൻ ചെയ്ത വാട്ടർ. അതാണ് നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി വെള്ളം വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ മറ്റൊരു മെത്തേഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ടൗൺ ഏരിയയിൽ അല്ലേ, ഒരുപാട് ജനങ്ങൾക്ക് ഉപയോഗിക്കും. ഒരുപാട് വെള്ളം വേണം. നമുക്ക് നമ്മുടെ വീട്ടിനകത്താണെങ്കിൽ തിളപ്പിച്ചൊക്കെ കുടിക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും വേണ്ട വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ എല്ലാവരും നമ്മൾ തിളപ്പിച്ച് വെള്ളം കൊടുക്കുമോ അല്ലേ, വീട്ടിലൊക്കെ ആണെങ്കിൽ ആവാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് ചെയ്യുന്നതാണ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് ടൗൺസ് വാട്ടർ ഈസ് കളക്റ്റഡ് ഫ്രം സോഴ്സസ് ലൈക്ക് റിവേഴ്സ് ആൻഡ് ലേക്സ് and purified in a water treatment plant before supplying is through pipes.
ദി ഡിഫറൻറ്റ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ പ്യൂരിഫിക്കേഷൻ ആർ അല്ലേ. നമുക്ക് ടൗൺ ഏരിയ, പട്ടണങ്ങളിലെ വലിയ നഗരങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനകത്ത് കുടിക്കാനായിട്ട് വെള്ളത്തിന് വെള്ള ശുദ്ധീകരണശാലകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അവിടെ എന്താ ചെയ്യുന്നത്? സെഡിമെൻറ്റേഷൻ. വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ലാർജ് ടാങ്ക്സ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ഇൻ ഓർഡർ ടു സെറ്റിൽ ഡൗൺ ഇംപ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ് ആൻഡ് മഡ്. മണ്ണും മണലൊക്കെ നീക്കം ചെയ്യാനായിട്ട് സെഡിമെൻറ്റേഷൻ ചെയ്യാറുണ്ട്. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊറിക്കൽ അല്ലേ. വെള്ളം ശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? സെഡിമെൻറ്റേഷൻ. ദെൻ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ അരിച്ചെടുക്കൽ. ദി സെഡിമെൻറ്റഡ് വാട്ടർ ഈസ് then passed through filter beds with layers of rough and smooth sand. മണ്ണിലൂടെ ഒഴുക്കി വിടും വെള്ളം അല്ലേ. അപ്പോൾ അങ്ങനെ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതി ഉപയോഗിക്കുന്നത്. ദെൻ ക്ലോറിനേഷൻ. ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ദി ഫിൽറ്റേർഡ് വാട്ടർ ടു കിൽ ദി ജേംസ് ലെഫ്റ്റ്. അപ്പോൾ ക്ലോറിൻ ഒരു ഗ്യാസാണ്. യെല്ലോയിഷ് ആയിട്ട് ഗ്രീൻ കളറിലൊക്കെയുള്ള ഒരു മഞ്ഞയും പച്ചയൊക്കെ ചേർന്നുള്ളൊരു ഗ്യാസാണത്. അത് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം ശുദ്ധീകരിക്കുന്ന വെള്ളത്തിലെ ജേംസൊക്കെ നശിക്കും, അണുക്കൾ നശിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് എന്ത് പറയുക? വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നഗരത്തിലും പട്ടണങ്ങളിലേക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ടല്ലോ അല്ലേ. ശുദ്ധീകരിച്ച് ശുദ്ധീകരണശാലകളിൽ നിന്ന് ആണ് വെള്ളം ടാപ്പ് വഴി എല്ലാവരുടെ വീടുകളിലും എത്തുന്നത്. വിച്ച് ആർ ദി മെത്തേഡ്സ്? ദെൻ സെഡിമെൻറ്റേഷൻ, ഡീക്കാൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ. പിന്നെ എന്ത് ചെയ്യണം? ക്ലോറിനേഷൻ ചെയ്ത വെള്ളം അല്ലേ. ക്ലോറിനേഷൻ ബോയിലിംഗ് ചെയ്യണം. അതല്ലെങ്കിൽ വാട്ടർ ഫിൽറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന വാട്ടർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ക്ലോറിനേഷൻ ചെയ്ത വാട്ടർ ആയിരിക്കണം നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ദെൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ്. നെക്സ്റ്റ് ഈസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ്. അതെന്താണ്? മഴവെള്ള ശേഖരണം. മഴവെള്ള ശേഖരണത്തിനല്ലേ അത് നമുക്ക് വീടുകളിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട് താനും അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? The wise and judicious use of water is called water conservation. Rainwater harvesting is a technique of conserving water through the collection and storage of rainwater into natural reservoirs or tanks. It also helps the rainwater to seep into the earth and replenish the water table. The scarcity of water for household and agricultural uses can be solved by this effective method. In India, rainwater harvesting has been in practice from ancient times. One of the important ways of rainwater harvesting is rooftop rainwater harvesting. It is the technique through which the rainwater that falls on the roofs of the buildings is collected and stored in tanks or reservoirs. The household needs can be met and water can be stored for future use by this method. The water that falls on rooftops can be sent into the wells through pipes which have sieve attached to the end to remove impurities. That is rainwater harvesting. What is that? മഴവെള്ള സംഭരണി ഉണ്ടാക്കുക അല്ലേ. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. നമുക്ക് ശരിക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം, വീടിൻ്റെ മീതയിൽ വീഴുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? പൈപ്പ് വെച്ച് സ്വീകരിച്ച് അത് എന്താണ് പറഞ്ഞാൽ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു ടാങ്കിലേക്ക് നിറയ്ക്കുക. അത് ശുദ്ധീകരിക്കണം അല്ലേ. അല്ല, അതിന് കുറേ മെത്തേഡുകളില്ല. അത് ഉപയോഗിച്ച് ശുദ്ധീകരിച്ചിട്ട് ആ വെള്ളം നമുക്ക് ശരിക്കും കിണറിലേക്ക് ഒഴുക്കി വിടാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇപ്പോൾ എല്ലാവരും എന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മഴവെള്ളം സംഭരിക്കുന്നത് മഴവെള്ള സംഭരണി വെച്ച് സംഭരിക്കുക അല്ലേ. അതാണ് മഴവെള്ള സംഭരണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് മഴയുള്ള സമയത്ത് അത് സ്റ്റോർ ചെയ്യണം. പണ്ട് കാലം മുതലേ അങ്ങനെയുണ്ട്. അപ്പോൾ അതിതുപോലെ ജനസംഭരണികളായിട്ടൊന്നുമല്ല. പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഇപ്പോൾ വെള്ളം വേനൽക്കാലമായൊക്കെ വെള്ളം കിട്ടുക, അല്ലെങ്കിൽ മഴക്കാലത്തും വെള്ളം എല്ലാവർക്കും കിണറുണ്ടാവില്ല. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നവരുണ്ടായിരിക്കും. അപ്പുറത്തെ കിണറിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നവരെന്തെങ്കിലും മഴ പെയ്യുമ്പോഴൊക്കെ പണ്ട് കാലത്ത് വീട്ടിൽ ചെയ്യാറുണ്ട്. തെങ്ങിൻ്റെ മീതെ ഒരു കയർ കെട്ടിട്ട് ഒരു ഇല ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ കാണാൻ അതിന് വീഴുന്ന വെള്ളം ആ ഇലയിലൂടെ, ആ കയറിൽ തട്ടി ഇലയിലൂടെ വന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അവർ വാഷിങ്ങിന് അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളം ഉപയോഗിക്കാറുണ്ട്. എല്ലാവർക്കൊന്നും കിണർ മുന്നേ ഇല്ലായിരുന്നു. എല്ലാ വീട്ടിലും കിണർ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ അവസ്ഥയാണ് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ നമുക്കാണെങ്കിൽ വെല്ലുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബോർവെല്ല് കുത്തുന്നു അല്ലേ. ടാപ്പിൽ വെള്ളം വരുന്നു. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് റെയിൻ വാട്ടർ നമ്മളെന്ത് ചെയ്യുക?
അത് കളക്ട് ചെയ്യുക. ഇതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പം മഴക്കാലത്ത് ഇഷ്ടം പോലെ റെയിൻ വാട്ടർ കിട്ടും, അല്ലേ? ആ റെയിൻ വാട്ടറൊക്കെ പെട്ടെന്ന് തന്നെ ഒഴുകി അപ്പം തന്നെ കടലിലേക്ക് പോവുകയാണ്, അല്ലേ? പിന്നെ മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ചുറ്റും വീടിന് ചുറ്റും വീഴുന്ന വെള്ളം അവിടെ തന്നെ താഴാനുള്ള സംവിധാനങ്ങളായിരുന്നു മുന്നേ. ഇന്ന് അങ്ങനെയല്ല, അല്ലേ? പിന്നെ കോൺക്രീറ്റ് ഇട്ട മുറ്റങ്ങളുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം താഴാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ മഴയത്ത് പെയ്യുന്ന ആ മഴവെള്ളം അപ്പം തന്നെ ഒഴുകി അങ്ങനെ പോവുകയാണ്. അതേസമയം തന്നെ അത് പുഴയിലൂടെ ഒഴുകി അത് കടലിൽ ചെന്ന് പതിക്കുന്നുണ്ട്. അതേസമയം നമുക്കിങ്ങനെ റൂഫിലൊക്കെ വീഴുന്ന വെള്ളം നമ്മൾ സംഭരിച്ച് വെച്ചിട്ട് പൈപ്പ് വഴി അത് ഒരു ടാങ്കിലേക്കാക്കി ശുദ്ധീകരിച്ചിട്ട് അത് എന്ത് ചെയ്യാം? അത് നമുക്ക് കിണറിലേക്ക് ഒഴുക്കി വിടാം, അല്ലേ? അതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ടാങ്കും റിസോർട്ടൊക്കെ ഉണ്ടാക്കാം, ജലസംഭരണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി വയ്ക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വരൂപിച്ചിട്ട് നമുക്ക് ആ സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുകയും വേണമല്ലോ. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ സൗകര്യങ്ങളായിട്ടാണ് നമ്മളത് ഇതിലൂടെയാണ് വെള്ളം ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പോവുക. ഇപ്പോൾ ഭൂമിയിലാണെങ്കിലും എങ്ങനെയാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറൊക്കെ ശരിക്കും സ്വരൂപിക്കുന്നത്? ഒരു ഫിൽട്രേഷൻ വഴി തന്നെയാണല്ലേ, ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നല്ലേ? മഴവെള്ളം വീഴുമ്പോൾ മഴവെള്ളം ഇങ്ങനെ താഴുന്നു, അത് മണലിലൂടെയും അതൊക്കെ അരിപ്പകൾ പോലെ അരിച്ചരിച്ച് ആ വെള്ളമാണ് ഊറി ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് പോകുന്നു. മണ്ണിലും പാറകളുടെ ഇടയിലൊക്കെ സ്വരൂപിക്കുന്ന വെള്ളം, അതാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒന്നുകൂടി നമുക്ക് റിമെമ്പർ ചെയ്യാം. ഇതാണ് റെയിൻ വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫേസ് വാട്ടർ ദി നാച്ചുറൽ റിസോഴ്സ് ഓഫ് വാട്ടർ. നമുക്ക് പ്രകൃതിയിലെ വെള്ളം, എങ്ങനെയൊക്കെയാണ് പ്രകൃതിയിൽ വെള്ളമുള്ളത്? മഴവെള്ളമുണ്ട്, പിന്നെ ഭൂമിക്കടിയിലെ ഭൂഗർഭജലമുണ്ട്, പിന്നെ ഉപരിതലത്തിലുള്ള വെള്ളമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വെള്ളം സ്വരൂപിക്കുന്നത്. റെയിൻ വാട്ടർ ഇൻക്ലൂഡ്സ് റെയിൻ, സ്നോ ആൻഡ് അതർ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, അല്ലേ? നമുക്ക് മഴയായിട്ടും മഞ്ഞായിട്ടും ഒക്കെ വെള്ളം കിട്ടുന്നുണ്ട്, അല്ലേ? പിന്നെ നമുക്ക് സർഫേസ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിലെയും കായലിലെയും റിവേഴ്സിലെയൊക്കെ വെള്ളമാണ് സർഫേസ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ കുളത്തിലൊക്കെ വെള്ളമാണ് സർഫേസ് വാട്ടർ. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ്? റോക്കില്ലേ, പാറകൾക്കിടയിലും മണ്ണിലൊക്കെ വെള്ളം സ്വരൂപിക്കുകയാണ്. മഴക്കാലത്തുള്ള വെള്ളം പാറകൾ ശേഖരിക്കുന്നുണ്ട്, മണ്ണിനടിയിൽ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളമാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ മാൻമെയ്ഡ് റിസോഴ്സ് ഓഫ് വാട്ടർ ഉണ്ടല്ലേ, മനുഷ്യനിർമ്മിതമായ വാട്ടർ സോഴ്സുകളുണ്ട്. അത് ഏതൊക്കെയാണ്? കനാൽസ്, ഡാംസ്, അല്ലേ? ഡാമുകൾ, റിസർവോയറുകൾ, ഇതൊക്കെയാണ് മാൻമെയ്ഡ് സോഴ്സ് ഓഫ് വാട്ടർ, അല്ലേ? പിന്നെ പ്രോസസ് ഓഫ് ചേഞ്ച് വാട്ടർ വേപ്പർ ഇൻ ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓൺ കൂളിംഗ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ, അല്ലേ? കണ്ടൻസേഷൻ നമ്മൾ നേരത്തെ കണ്ടുല്ലോ, അല്ലേ? വാട്ടർ സൈക്കിളിൽ നമ്മൾ പറഞ്ഞല്ലോ, കണ്ടു, അല്ലേ? കണ്ടൻസേഷനായിട്ടില്ലേ? അതുപോലെ ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ഇങ്ങനെ, അല്ലേ? ഇവാപ്രേറ്റ് ആയിട്ട് ബാഷ്പീകരിച്ചിട്ട് പോകുന്നതാണ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ വെള്ളം ബാഷ്പീകരിച്ച് പോകുന്ന നീരാവിയായ വെള്ളം മേഘങ്ങളിൽ പൊടി തണുത്തിട്ട് ഘനീഭവിക്കുന്നു, അല്ലേ? അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഘനീഭവിച്ച വെള്ളത്തിൻ്റെ അംശം പിന്നെ മഞ്ഞായിട്ടും ഒക്കെ ഭൂമിയിലേക്ക് വീഴുന്നു. പിന്നെ മഞ്ഞു കട്ടകളായിട്ട്, അല്ലേ? ആലിപ്പഴമായിട്ടൊക്കെ മഴയായിട്ടൊക്കെ ഭൂമിയിലേക്ക് പതിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ സൈക്കിൾ ഇവിടെ നമ്മൾ ഇങ്ങനെ സൈക്ലിക് ഓർഡറിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? അപ്പോൾ സോളിഡ് ഓർ ലിക്വിഡ്, ദ്രാവകമായിട്ടും ഖരമായിട്ടും ദ്രാവകമായിട്ടും നമ്മുടെ വായു അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ അംശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതാണ് ഇത് പ്രസിപ്പിറ്റേഷൻ, അല്ലേ? അങ്ങനെ വീഴുകയാണ്. ദ്രാവകമായിട്ടും ഉണ്ട്, കട്ടിയായിട്ടും വീഴുന്നുണ്ട്, അല്ലേ? കട്ടിയായിട്ട് വീഴുന്നതാണ് ആലിപ്പഴം എന്നൊക്കെ പറയുന്നില്ലേ, അല്ലേ? മഞ്ഞുപാളികൾ വീഴ്ച, അതാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്? ഇൻസൊല്യൂബിൾ ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ ക്യാൻ റിമൂവ്ഡ് ബൈ, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്തൊക്കെയാണ്? സെഡിമെൻറ്റേഷൻ, ദെൻ ഡീക്കാൻറ്റേഷൻ, ദെൻ ഫിൽട്രേഷൻ. അങ്ങനെയാണ് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കുന്നത്. ദെൻ വേറെ എന്തൊക്കെയാണ്? സൊല്യൂബിൾ ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ കൂളിംഗ് വാട്ടർ, ഫിൽട്ടർ ആൻഡ് ക്ലോറിനേഷൻ. അങ്ങനെ നമ്മൾ വെള്ളം പ്യൂരിഫിക്കേഷൻ ആക്കുന്നു. ദെൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കൺസർവിങ് വാട്ടർ ത്രൂ ദി കളക്ഷൻ ഓഫ് സ്റ്റോറേജ് ഓഫ് റെയിൻ വാട്ടർ. മഴവെള്ളം നമ്മൾ സംഭരിച്ചിട്ട് അത് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ കുടിവെള്ളമാക്കി മാറ്റുന്നു. അതിനെയാണ് എന്ത് പറയുക? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് ലെസൺ എന്താണ്? സെക്കൻഡ് ലെസണിൻ്റെ പേരെന്താണ്? വാട്ടർ ഈസ് പ്രഷ്യസ്. ആ ലെസൺ ഇവിടെ പൂർണ്ണമാകുന്നു. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, then we shall wind up our class, then study well, read the lesson. Okay, then see you next class. Study well. Bye.